സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ആൽബം, അന്ന് ആൽബം എന്നല്ല പറഞ്ഞാൽ കാസറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ചാവക്കാട് വെച്ച് ഭയങ്കര ഇനോഗ്രേഷനൊക്കെ നടത്തി. അന്ന് പാട്ടുകാരൻ ജയചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു. ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന സമയം ഞങ്ങളെല്ലാം ഗുരുവായൂരുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച്, നിങ്ങൾ അമ്പലത്തിൽ പാടുന്നോ? ഞാൻ പറഞ്ഞു, അവിടെ ക്ലാസിക്കലല്ലേ പറ്റത്തുള്ളൂ, നിങ്ങൾ പാടുന്നില്ലേ? ചെമ്പൈയിലോ? ആ ചെമ്പൈ സംഗീതോത്സവത്തിൽ. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ പാടും ഉണ്ണിയേട്ടാ, അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. പറയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡ് ഓഫീസർമാരെ വിളിച്ച് എനിക്ക് 10 മിനിറ്റ് അവിടെ സാക്ഷ്യം വാങ്ങിച്ചു തന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ റിലീസ് ചെയ്ത കാസറ്റിലെ പറഞ്ഞാൽ ഞാൻ തന്നെ സംഗീതം ചെയ്തൊരു പാട്ട് പാടാം. എന്നാൽ അത് മതി. അപ്പോൾ ഓർക്കസ്ട്ര വെളിയിൽ നിന്നൊന്നും വിളിക്കണ്ട, ഹാർമോണിയം ഞാൻ വായിച്ചോളാം. പിന്നെ മാളച്ചേട്ടൻ കൂടെ ഉണ്ടല്ലോ, മാള തബലയമ്മ വായിച്ചോളൂ. പിന്നെ ഡെയിലി ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ എൻ്റെ മുറിയിൽ റിഹേഴ്സലാണ്. ബിജു മേനോനാണല്ലോ നായകൻ അതിനകത്ത്. അപ്പോൾ ബിജുവൊക്കെ വന്നിങ്ങനെ ഇരിക്കും. അതൊരു പതിഞ്ഞ പാട്ടാണ്. എൻ്റെ മാറിൽ ചായുറങ്ങും നിന്റെ മായിക പ്രേമം, ഇതാണ് ട്യൂണ്. ചാരുകേശി രാഗത്തിലാണ്. ഇതങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ മാളച്ചേട്ടൻ തിത്തലാൻ കിടക്കും. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഓർക്കസ്ട്ര അപകടമായിരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ, ഞാനേ നിങ്ങളുടെ ആ മായിക പ്രേമം എന്ന് പറയുന്നിടത്ത് ഞാൻ ഒരു ബിറ്റ് വായിക്കാം. ഞാൻ ചേട്ടാ, ഇത് ചെമ്പൈ സംഗീതോത്സവത്തിൽ നടക്കുന്ന കാര്യമല്ലേ പറയുന്നത്? അതെ, അതിന്റെ റിഹേഴ്സലിനെ കുറിച്ച്, അല്ലാതെ സിനിമയുടെ റെക്കോർഡിംഗ്. ചെമ്പൈ സംഗീതോത്സവത്തിലാണ് മാളച്ചേട്ടന്റെ തബലയും ഈ ഹാർമോണിയവും ഈ പാട്ടും. അപ്പോൾ 4 മിനിറ്റ് പാട്ടേ ഉള്ളൂ. രണ്ടുപേരും കൂടെ അറിയാവുന്നുള്ള മുഴുവൻ, ഏതൊക്കെയോ പഠിച്ചത് മുഴുവൻ ആ പാട്ടിനകത്ത് വായിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് ഒരുവിധം സെറ്റ്. അപ്പോൾ ബിജുവിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് ഇവരെ കൊണ്ട്, ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്ക്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകാൻ പറ. അവസാനം ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി. സ്റ്റേജിൽ പരിപാടി, ഭയങ്കര ജനം, ഓഡിയൻസ് മുമ്പിലുണ്ട്. ഇദ്ദേഹമൊക്കെ ബിജു മേനോൻ, ശാന്തിനി, കനകലത, നമ്മുടെ സിനിമയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം കൃഷ്ണ എന്നൊരു വിളിയുണ്ട്. അപ്പോൾ ആ കൃഷ്ണ എന്നുള്ള വിളിക്ക് ഈ രാഗം വായിച്ച് കറക്റ്റ് കോഡിൽ കൊണ്ട് നിർത്തണം. ഇതൊക്കെ പറഞ്ഞ് റിഹേഴ്സൽ ചെയ്ത് കൊണ്ടുവരികയാണ്. ഉണ്ണിയേട്ടൻ ചാരുകേശി രാഗത്തിൽ തുടങ്ങി തോടി രാഗത്തിലേക്ക് പോയി, എവിടെയൊക്കെ പോയി കൊണ്ടുവന്നൊരു റോങ് കോഡിൽ നിർത്തിയത്. എനിക്ക് കൃഷ്ണ വിളിക്കാൻ പറ്റുന്നില്ല. ഉള്ളി വിളിക്കുന്നുണ്ടെങ്കിലും പുറത്ത് വിളിക്കാൻ പറ്റുന്നില്ല. ഉള്ളി വിളിച്ചു പോയി, കൃഷ്ണ നീ നിന്ന് കര കയറ്റണേന്ന്. ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞ് മൈക്കിൽ കൂടെ കേൾക്കത്തക്ക രീതി തന്നെ പറയണം, കാരണം മൈക്ക് മുമ്പ് ഇരിക്കും. ഞാൻ ഉണ്ണിയേട്ടാ അതൊന്നുകൂടെ വായിച്ചിട്ടേ, എൻ്റെ മാറിൽ ചായുറങ്ങും ആ കോഡിൽ തന്നെ നിർത്തി തരണം എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുകൂടെ വായിപ്പിച്ചു, നിർത്തി തന്നു.